പറമ്പ് വരെ ഒന്ന് പോകട്ടോ രാവിലെ. നമ്മൾ ഏലമുണ്ട് നമുക്ക് കുറച്ച്. അപ്പോൾ അതിന് ഇച്ചിരി മരുന്നടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാവേ. അതാണ് ഇന്നത്തെ പരിപാടി. മരുന്നടിക്കണം. നല്ല കാലാവസ്ഥയാണ്, വെയിലുണ്ട്. വെയിലത്തെ കേട്ടോ ചെടിക്കൊക്കെ മരുന്നടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മരുന്നടിക്കാൻ വേണ്ടി പോവാം. നല്ല ചൂടാണ് കേട്ടോ രാവിലെ. നമ്മൾ മരുന്നടിക്കുന്നത് കറണ്ടിൻ്റെ മോട്ടർ വെച്ച് കേട്ടോ. ഈ കുറ്റിക്കകത്താണ് മരുന്ന് കലക്കിയിട്ടേക്കുന്നത്. ഇത്രയും മരുന്നേ ഉള്ളൂ നമുക്ക് അടിക്കാനായിട്ട്. കുറച്ച് ചെടിയേ ഉള്ളൂ കേട്ടോ. കുറച്ച് മരുന്ന് അടിച്ചു, ബാക്കിയുള്ള മരുന്ന് എടുത്ത്. ഇതാണ് കറണ്ടിൻ്റെ മോട്ടർ. അപ്പോൾ അതുകൊണ്ട് വലിയ സൗണ്ടൊന്നുമില്ല. ഇതാണ് മരുന്നടിക്കുന്നത്. മരുന്ന് കലക്കിയിട്ടേക്ക് കേട്ടോ. ഈ കാണുന്ന കേട്ടോ നമ്മുടെ പറമ്പ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വളം വാരിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് വളം വാരിയിട്ടാൽ മതി, കലക്കി ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ പറമ്പ്. അപ്പോൾ ഇവിടുത്തെ മരുന്നാണ് ഇന്ന്. ഇവിടെയാണ് നമ്മളിന്ന് മരുന്നടിക്കുന്നത്. അപ്പോൾ അമ്മ അത് കാട്ടിലുണ്ട്, ഇവിടെയുണ്ട്. ഇനി മരുന്നടിച്ചിട്ട് ബാക്കി കാണിക്കാവേ. ഇനി കുറച്ച് നേരം പണിയെടുക്കട്ടെ, ഇല്ല ഇവിടെ വള്ളിയാവും. അപ്പുറത്തെ പറമ്പ് കായെടുപ്പ് കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, ഈ കാണുന്ന സാധനമാണ് മക്കളെ സ്വർണം. ഈ സ്വർണം ഇങ്ങനെ വിളവെടുപ്പ് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. കണ്ടോ, അടിപൊളി സ്വർണം 916. ഏലത്തിൻ്റെ പൂ കാണാത്തൊരു കണ്ടോ. മരുന്നടിച്ചതേ കാപ്പി കുടിക്കണേ. അങ്ങനെ കടും കാപ്പി. നമ്മുടെ താഴത്തെ പറമ്പിലെ മരുന്നടി കഴിഞ്ഞു കേട്ടോ. ഇനി മേളിലൊരു 10-20 ചെടികളുണ്ട്. അപ്പോൾ അതിനൂടെ മരുന്നടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഞായറാഴ്ചത്തെ രാവിലത്തെ പരിപാടികൾ ഏകദേശം തീരുമാനമായി. അത് കഴിഞ്ഞിട്ട് ഇനി സ്റ്റാൻഡിലേക്ക് പോകണം. മരുന്നടിച്ചിട്ട് വേണം കേട്ടോ സ്റ്റാൻഡിൽ പോകാൻ. ഓക്കെ, എന്താ കേട്ടോ നമ്മൾ പറഞ്ഞേ പറമ്പ്. അപ്പം ഇവിടെ വേണം ഇനി മരുന്നടിക്കാനായിട്ട്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഉണങ്ങിപ്പോയ പറമ്പുകളാണ് കേട്ടോ. നമുക്ക് വെള്ളത്തിന് സൗകര്യം കുറവായതുകൊണ്ടാണ് ചെടിയൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ചെടിക്ക് പോരായ്മകൾ ഒരുപാടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആദായം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. ഇന്ന് രാവിലെ നമുക്ക് മരുന്നടി കഴിഞ്ഞിട്ട് കാപ്പിക്ക് കഴിക്കാനായിട്ട് ഇതുണ്ടേ. നല്ല അടിപൊളി പോത്ത് കറിയും, അതുപോലെ തന്നെ പോത്ത് ഫ്രൈയും, പിന്നെ കപ്പയും. ഇതാട്ടോ ഇന്ന് രാവിലത്തെ കാപ്പി. നല്ലൊരു ഇടുക്കിക്കാർക്ക് കാപ്പിക്ക് എപ്പോഴും കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന കപ്പയും കറികളും ഒക്കെ കേട്ടോ. കപ്പയും പോത്തും ഞായറാഴ്ച പ്രത്യേകിച്ച്. ഞായറാഴ്ച എല്ലാ വീട്ടിലും കാണും കപ്പയും പോത്തും, മിക്ക വീട്ടിലും ഇടുക്കിയിൽ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം. ഓക്കെ, ബൈ.